ഒരുപാട് പേരുടെ കംപ്ലൈന്റ് ആണ്. നോർമൽ മണി പ്ലാന്റ് അല്ലാതെ വേറെ ഏത് വെറൈറ്റി മണി പ്ലാന്റ് വെച്ചാലും അത് നന്നായി കിളിക്കുന്നില്ല എന്നുള്ളത്. ഞാൻ നേരത്തെയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഏത് ചെടിയാണേലും വെള്ളത്തിലിട്ട് നന്നായി വേര് പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അത് പോട്ടിലോട്ട് വെക്കാവൂ കേട്ടോ. മണി പ്ലാന്റിന്റെ ഏത് വെറൈറ്റി ആണേലും വെള്ളത്തിലിട്ട് നന്നായി വേര് പിടിച്ചതിന് ശേഷം മാത്രമേ പോട്ടിൽ വെക്കാവൂ. ഇപ്പൊ നമുക്ക് ഇത് ഞാൻ വെള്ളത്തിലിട്ട് കട്ടിങ്സ് എടുത്ത് വെള്ളത്തിലിട്ട് നന്നായി വേര് പിടിപ്പിച്ചതാണ്. ഇനി നമുക്കിത് പോട്ട് ചെയ്യാം. എന്റെ പോട്ട് മിക്സിനെ പറ്റി ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മണ്ണുണ്ട്, ചാർക്കോൾ ഉണ്ട്, പെർലൈറ്റ് ഉണ്ട്, നോർമൽ മണ്ണുണ്ട്. ഇങ്ങനെയുള്ള വെറൈറ്റികൾ നടുമ്പോൾ ഞാൻ ചാർക്കോളും പെർലൈറ്റും കുറച്ച് കൂടുതൽ എടുക്കും കേട്ടോ. ഇതാ പോട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു DIP വളത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ DIP. ഇത് ഇൻഡോറിനും ഔട്ട്ഡോറിനും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾ മേടിക്കുമ്പം അത് നോക്കി വാങ്ങുക. ഇത് ഞാൻ അന്നും പറഞ്ഞു, നാട്ടിൽ യൂസ് ചെയ്യുന്ന അതേ DIP ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സൂപ്പർ സാധനമാണ്. പ്രത്യേകിച്ച് ചെടികൾക്ക് വേര് പിടിക്കാനും നന്നായി വളരാനും ഒക്കെ കേട്ടോ. അപ്പൊ അത് ഓർഡർ ചെയ്യുമ്പോൾ ഇൻഡോറിനും ഔട്ട്ഡോറിനും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന DIP ഉണ്ട്. അത് ആമസോണിൽ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക. ഞാൻ ഇങ്ങനെയുള്ള വെറൈറ്റികളെല്ലാം ഇതേപോലെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ ചെടികളും ഇങ്ങനെയാണ്. നന്നായിട്ട് വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ചിട്ട് പോട്ടി മിക്സിലെ ചാർക്കോളും പെർലൈറ്റും കുറച്ച് കൂടുതൽ തന്നെ ചേർക്കും കേട്ടോ. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഇങ്ങനെയുള്ള ചെടികളുടെ വേര് നന്നായി പിടിക്കണമെങ്കിൽ ചാർക്കോളും പെർലൈറ്റും കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ ചേർക്കണം. പിന്നെ ഈ ഒരു വളം സൂപ്പറാണ്. വാങ്ങുമ്പം ഇൻഡോറും ഔട്ട്ഡോറും നോക്കി വാങ്ങുക.